കൂട്ടുകാരെ, ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എൻ്റെയും പോയി ഒരു 10,000 രൂപ ഇങ്ങനെ ഇരട്ടിയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മല്ലു ഫാമിലി എല്ലാവർക്കും അറിയാം. പാലക്കാടാണ് അവരുടെ ജന്മദേശം. വളരെ പാവപ്പെട്ട ദാരിദ്ര്യമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഫാമിലിയാണ്. ഒരു ആങ്ങള, പെങ്ങള്, അമ്മ എന്നുള്ള ആ കോമ്പിനേഷൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ടിക്ടോക്ക് വീഡിയോകൾ നമ്മൾ കണ്ട് അവരെ സ്നേഹിച്ച് അവർ യൂട്യൂബിലേക്ക് ചുവട് മാറിയപ്പോഴാണ് അവിടുത്തെ ആങ്ങളയ്ക്ക് ഒരു ഭാര്യ വരുന്നു, പെങ്ങൾക്ക് ഒരു ഭർത്താവ് വരുന്നു, അവരുടെ കുടുംബം വലുതാവുന്നു, പെങ്ങളുടെ മാരേജൊക്കെ ആർഭാടകരമായിട്ട് നടത്തുന്നു, അമ്മയുടെ ചികിത്സയ്ക്കുള്ള പൈസയും എല്ലാ രീതിയിലും അവർ യൂട്യൂബിലൂടെ ഉയർന്നു വന്നൊരു ഫാമിലിയാണ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാക്സിമം ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും കൂടുതൽ അറിവുകൾ നേടി സുജിൻ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ പ്രാവശ്യം വിഷുവിന് എല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരുവിധം യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നവരൊക്കെ തങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്ത് സ്റ്റോറിയിൽ വിഷുക്കൈ നീട്ടം പോന്നോട്ടെ, ഇട്ടോട്ടെ, ഉള്ളതിട്ടാൽ മതി ഇട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷുക്കൈ നീട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് മല്ലു ഫാമിലിക്കായാലും ഇപ്പം മല്ലു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ആളുകളുടെ ഹൃദയത്തിൽ ചേർന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇത് കണ്ട ഉള്ളത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് പേര് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സുജിനെ സംബന്ധിച്ചിടത്തോളം സുജിന് ഈ പാവപ്പെട്ടവരുടെ ചുറ്റുപാടൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ ആ അമ്മയുടെ നന്മ അയാളിലുള്ളത് കൊണ്ട് തന്നെ അയാൾ ആദ്യത്തെ ആ പൈസ അല്ലെങ്കിൽ 1-2 പേരുടെ പൈസ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടിയാണ് ഞാൻ ആൾക്കാർക്ക് കൊടുക്കണത്, ഞാൻ ആരുടേന്നും ഇത് വെറുതെ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ 1-2 പേയ്മെൻറ്റിന് അയാൾ ഇരട്ടിയായിട്ടുള്ള ആ വിഷുക്കൈ നീട്ടം കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാണ്. ഇത് കണ്ടതോട് കൂടിയിട്ട് നമ്മൾ ഈ മുച്ചീട്ടുകളിയാണ് വിഷുക്കൈ നീട്ടം എന്ന് തെറ്റിദ്ധരിച്ച കുറേ സ്ത്രീകൾ വീട്ടിലിരുന്ന് ഭർത്താക്കന്മാർ പണിയെടുത്ത് കൊണ്ടുവരുമ്പോൾ അതൊക്കെ വെച്ച് കുടിച്ച് മാക്സിമം അവരുടെ പോക്കറ്റിലുള്ള പൈസയൊക്കെ കട്ട് കയ്യിൽ വെച്ചിട്ട് ഇനി ഇത് എന്ത് ചെയ്യാം, അക്കൗണ്ടിൽ ഇട്ടിട്ട് ഇത് ഇനി എങ്ങനെ നശിപ്പിക്കാം എന്ന് ആലോചിക്കുന്ന കുറേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇനി വിഷുക്കൈ നീട്ടം മുച്ചീട്ടുകളിയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് വെച്ച് അവർ അതിൽ ഏതോ ഒരു സ്ത്രീ 500 രൂപ ഇട്ട് കൊടുക്കുന്നു, അത് 1000 രൂപയായിട്ട് ഇപ്പം കിട്ടും എന്നുള്ള രീതിയിൽ വായയും പൊളിച്ചിരിക്കുന്നു. സുജിനെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് ആവശ്യമുണ്ടായിട്ട് ഞാൻ അയച്ചിട്ടുള്ള QR കോഡല്ല, നിങ്ങൾ എനിക്ക് ഇങ്ങനെ തരുമ്പോൾ ഞാൻ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുത്തു വിടുന്നുണ്ട്, ഞാൻ ആരുടെയും പൈസ പറ്റിയില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റോറി കണ്ടന്റ് അയാൾ ഇടുമ്പോൾ അതിനെ മാർക്കറ്റ് ചെയ്ത് എന്നാൽ പിന്നെ എനിക്കൊരു 10 രൂപ 500 രൂപയുണ്ട് അത് 1000 ആയിട്ട് പോരട്ടെ എന്ന് പറഞ്ഞ ആ സ്ത്രീയാണോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആ സ്ത്രീ എന്നിട്ട് അത് ആ ഒരു 1000 രൂപ തിരിച്ചു കിട്ടിയില്ല എന്നുള്ള ആ ഒരു കാര്യം ഉടനെ സുജിനുമായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് വലിയ അടുപ്പൊന്നും പുലർത്താത്ത ഒരു വ്യക്തിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ വ്യക്തി എന്താ പറയുക, പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. നമ്മളുടെ ഒരു കൂട്ടുകാരൻ ഇപ്പം നമ്മളുമായിട്ട് വലിയ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ പരസ്പരം ശത്രുതയായിട്ടുണ്ടാവാം, എന്നാൽ പിന്നെ അവനെ നശിപ്പിക്കാനായിട്ട് നല്ലൊരു അവസരം, അവനെ ഇപ്പം ഞാൻ അങ്ങോട്ട് വെട്ടിക്കളയാം എന്നുള്ള രീതിയിൽ സ്ത്രീയുടെ ഒരു ഫോൺ കോളും ഉയർത്തിപ്പിടിച്ച് ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇനി ആരും പൈസയ്ക്ക് എന്നെ സമീപിക്കരുത്, ഇയാൾ ഇത്ര പൈസക്കാരനാണോ സമീപിക്കാനായിട്ട്, കോടികളുടെ അധിപയാണോ, ഇനി ഇയാളുടെ വീഡിയോകളൊന്ന് നോക്കാം. ഈ മല്ലു ഫാമിലിയെ പറ്റിയിട്ടുള്ള വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇയാളുടെ വീഡിയോസിൻ്റെ വ്യൂസ് ഒന്ന് നിങ്ങൾ നോക്കണം. 7.8, ചിലതിന് 843, ചിലത് 4.5, 5.6, 7.1 എന്നുള്ള രീതിയിൽ ഒരു മിനിമം ഇൻകത്തിന് മാത്രം നിൽക്കുന്ന ഒരു വ്യൂ പെട്ടെന്ന് തന്നെ മല്ലു ഫാമിലി ആയിട്ടോടുകൂടി എത്രയായി, 34K ആയി. അപ്പോൾ ഇയാൾ ഈ പറയുന്നുണ്ട് ഞാൻ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല, അവരുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. അപ്പോൾ ഇയാൾ ശരിക്കും മല്ലു ഫാമിലിയെ മാർക്കറ്റ് ചെയ്തിട്ടല്ലേ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവാൻ, ഇയാളുടെ ചാനലൊന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ ഇയാൾക്ക് വീണ് കിട്ടിയ ഒരു അവസരം. ഒരു എന്താ പറയുക, ഉളുപ്പുമില്ലാതെ ഒരു വീട്ടമ്മ 500 രൂപ അയച്ചു കൊടുത്ത് 1000 എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം.
എൻ്റെ ഇന്നത്തെ ഇയാൾ 500 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അവരിങ്ങനെ തിരിച്ച് ഇത്ര ഇരട്ടിയായിട്ട് ഇടുന്നുണ്ട്, എനിക്ക് 1000 രൂപ വേണം എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം അല്ലേ? അതൊന്നും കൊടുക്കാതെ നേരെ ഇയാളോട് വന്ന് കേസ് പറയാൻ ഇവരാരാ? മല്ലു ഫാമിലിയുടെ അഡ്വക്കേറ്റ് ഇയാൾ. എന്തൊക്കെയായാലും ഒരു വ്യക്തിനെ നശിപ്പിക്കാനായിട്ട്, അതായത് അവരൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞു, നന്നായി ജീവിക്കുന്നു, ആ ഒരു ഫ്ലോ തകർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഇത്ര കാലം ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിലൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഈ കൊടുത്തോണ്ടുണ്ടല്ലോ, എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം. സുജിനെ സംബന്ധിച്ചിടത്തോളം സുജിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ചെന്ന് വീണതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ആ പണ്ടത്തെ ആ സ്റ്റേറ്റസ് വെച്ചിട്ട് ആ പാവപ്പെട്ട ജീവിതത്തിൽ അയാൾ അനുഭവിച്ച് ജീവിതത്തിൽ ഒരുപാട് അഗ്നിപരീക്ഷകളിലൂടെ വന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ കാര്യങ്ങളിലൊക്കെ അയാൾ സഹാനുഭൂതിയോട് കൂടിയിട്ട് എനിക്ക് 1 രൂപ ഇട്ടെന്ന്, അയ്യോ വേണ്ട എനിക്ക് അവരുടെ പൈസ, എന്നാൽ പിന്നെ 2 രൂപ അങ്ങോട്ട് ഇരിക്കട്ടെ, അതൊരിക്കലും സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കുറേ പാവപ്പെട്ടവരുടെ പൈസ ഇങ്ങോട്ട് പോരട്ടെ എന്ന് വെക്കുന്ന ഒരു മനസ്ഥിതി അയാൾക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ്. കാരണം അവരെ പോലെ സബ്സ്ക്രൈബേഴ്സിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പബ്ലിക് പ്രോഗ്രാം ചെയ്യാൻ മനസ്സ് കാണിച്ച വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടോ? ഇല്ലയെന്ന് നിസ്സംശയം പറയാം. അവരുടെ പെങ്ങളുടെ വിവാഹത്തിന് അതൊരു മാസമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. എത്രമാത്രം സബ്സ്ക്രൈബേഴ്സാണ് അതിലൂടെ അതിൽ പങ്കെടുക്കുകയും മാക്സിമം ആളുകളെ അവർ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുകയും മാക്സിമം. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ മലയാളത്തിൽ ഉള്ളതായിട്ട് എനിക്കറിയില്ല. വളരെ ധൈര്യപൂർവ്വമാണ് അവർ ആ പെങ്ങളുടെ കല്യാണത്തിന് എല്ലാവരെയും അടച്ചു ക്ഷണിക്കുന്നത്. അപ്പോൾ അത്രയും ഹൃദയവിശാലതയുള്ള ഒരാൾ തൻ്റെ ഈ വിഷു കൈനീട്ടം അല്ലെങ്കിൽ തൻ്റെ വിഷുവിൻ്റെ ചെലവ് നടത്താൻ എന്നാൽ പിന്നെ പാവങ്ങളുടെ ഇന്നൊക്കെ കുറെ പോരട്ടെ എന്ന് വിചാരിക്കുമെന്നും ആൾക്കാരൊന്നും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. ഒരു കാര്യമില്ലാതെ വെറുതെ വീട്ടിലിരുന്ന് തിന്ന് ആ ഫാറ്റൊക്കെ സെല്ലിൻ്റെ ഉള്ളിൽ കുത്തുമ്പോൾ എന്നാൽ പിന്നെ എൻ്റെ 500 രൂപ ഇട്ട് 1000 രൂപ എപ്പോൾ എടുക്കാമെന്ന് പറയുന്ന രീതിയിൽ മുച്ചീട്ട് കളിയല്ല വിഷു കൈനീട്ടം. അത് നമ്മൾ ഒരാൾക്ക് അറിഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ആ അറിഞ്ഞു കൊടുക്കുന്ന ആള് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഒരു കടമ അതോടുകൂടി തീർന്നു. ഇനി അത് ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് കിട്ടണം എന്ന് പറഞ്ഞ് കയ്യും നീട്ടി ചെല്ലണത് എൻ്റെ പേര് വേറെയാണ്. വിഷു കൈനീട്ടം എന്നല്ല അതിന് പറയാം. അതിനാണ് എന്താ പറയുക, അത്യാഗ്രഹം, എരന്ന് വാങ്ങുക, 1 ഇട്ടാൽ 2 കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ഇതൊക്കെ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ഒരുപാട് കുടുംബിനികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യം ചെന്ന് വീണതിൻ്റെ കാര്യം തന്നെ ഒന്നും അറിയാതെയാണ്. ഇതൊരു വിഷു കൈനീട്ടാണ്. അദ്ദേഹം 500 രൂപ ഇട്ടത് 1000 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് വേണ്ട. കാരണം അവരൊരു വിധം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവർക്ക് ഇനി ഈ 500 രൂപ വേണ്ട. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇരട്ടി തിരിച്ചു തരുന്നു, എനിക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലാണ് അയാൾ ഇട്ടതെന്ന് മനസ്സിലാക്കാതെ ഇതൊരു ഇരട്ടിപ്പ് പരിപാടിയാണ് എന്ന് ചിന്തിച്ച് എന്നാൽ പിന്നെ എൻ്റെയും കിടക്കട്ടെ ഒരു 500 1000 അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഭർത്താവ് അറിയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിനിമയം ചെയ്യാമല്ലോ. അവർ പ്രത്യേകം പറയുന്നുണ്ട് അതിൽ, ഭർത്താവ് അറിഞ്ഞു അതാണ് പ്രശ്നമായത്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു 500 രൂപ പോയേനെ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് ഫോണിൽ കൂടെ വിളിച്ച് അയാളുടെ ഇപ്പോഴത്തെ ഒരു ബന്ധമില്ലാത്ത ശത്രുവിന് തന്നെ ആ ഒരു ഫോൺ കോൾ കൊടുത്ത് മാത്രം പ്ലാനിങ് ആണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ വിഷു കഴിഞ്ഞിട്ടും ഞാൻ 1000 ഇട്ടുണ്ട്, 2000 താ, ഞാനത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് തങ്ങളുടെ കയ്യിൽ പൈസ കൂടിയിട്ട് വീണ്ടും വീണ്ടും അയാൾക്ക് അയച്ചു കൊടുക്കണവരോട് അയാൾ പിന്നെ എങ്ങനെയാണ് സ്റ്റോറി ഇടേണ്ടത്? വിഷു കഴിഞ്ഞു, ഇനി എന്നോട് ആരും വിഷു കഴിഞ്ഞിട്ടതിൻ്റെ ഇരട്ടി വന്ന് ചോദിക്കരുതെന്നല്ലാതെ പിന്നെ ഒരു മനുഷ്യന് എന്ത് മറുപടി പറയും? അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പോരായ്മകളാണ്. ഒരു പൈസ 2 ആക്കി കിട്ടുന്നു എന്ന് കാണുമ്പോൾ അത് വിഷു കൈനീട്ടാണോ, ഓണത്തിന് കൊടുക്കണതാണോ, മുച്ചീട്ട് കളിയാണോ, മാർക്കറ്റിൽ ഇരട്ടി വയ്ക്കുന്ന പൈസയാണോ? അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ചാടി വീണ് കമിഴ്ന്ന് വീണ് എല്ലാവരുടെയും പൈസ നഷ്ടപ്പെടുന്നത് നമ്മൾ ഓരോ അവസരങ്ങൾക്കനുസരിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതിൽ പ്രത്യേകം പറയുന്നുണ്ട് സ്ത്രീകളാണ് ഈ തട്ടിപ്പിനിരയായത്. എന്ത് തട്ടിപ്പ്? ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സുഹൃത്ത് ഇതൊക്കെ ഒരു വീഡിയോ മാത്രം ഇട്ട് ചെയ്യാനുണ്ടോ? ഇത് അയാൾക്ക് പേഴ്സണലായിട്ട് സുജിനോട് വിളിച്ച് പറയായിരുന്നല്ലോ, സുജിൻ ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ വിളിച്ച് പറയുന്നുണ്ട്, ആ വോയിസ് അയാൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ വാട്സപ്പ് കൂടെ ഇട്ട് എടുത്തിട്ട് ഇതിന് നിങ്ങളൊരു സൊല്യൂഷൻ എന്താ വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. ഇത് പബ്ലിക്കിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് മെഴുകി ന്യായീകരിച്ച് അതും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യം പറയാൻ തന്നെ അയാൾ എത്ര ലാഗാണ് എടുക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പതരം. ഇതിനൊന്നും ഈശ്വരൻ കൂട്ടു നിൽക്കില്ല. നല്ല രീതിയിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു നല്ല ഐശ്വര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ഫാമിലിയെ കണ്ടിട്ട് നമ്മൾ അസൂയ ഇളകിയിട്ട് എന്നാൽ പിന്നെ അവർക്കിട്ട് ചെറിയൊരു ചാണകം അവരുടെ മുഖത്തേക്ക് അങ്ങ് എറിഞ്ഞു കളയാന്ന് വെച്ചാൽ ആ ചാണകം ഇയാളുടെ മേല് തന്നെയാണ് തിരിച്ചു വീഴുക എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം
നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളുടെ മുഖത്തേക്കും നമ്മളിലേക്കും തന്നെയാണ് വിനയായിട്ട് വരിക. ഇതൊക്കെ സ്വന്തം സുഹൃത്തിനെ ഒറ്റിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതായത് അയാൾ ഒരു കാലത്ത് മല്ലു ഫാമിലിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. പിന്നെ അയാൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം പോയി അവർ വേണ്ട രീതിയിൽ സൽക്കരിച്ചില്ല എന്നൊക്കെ പറഞ്ഞൊരു പരിഭവം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കൊക്കെ അയാൾ പൈസയും വാങ്ങിച്ചിട്ടുണ്ടാവും, അത്യാവശ്യം റീച്ചുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ആരുമായിട്ട് ഒരു ഇടപാടുമില്ല. ഇവർ മൊത്തം എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീടുകളിലേക്കും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഔചിത്യബോധമില്ലാത്ത ഒരു യൂട്യൂബർ, ഹാർഡ് വർക്കിംഗ് ആയിട്ട് അയാൾക്ക് നിരന്തരം വീഡിയോകൾ ചെയ്യുക, നല്ല നല്ല സബ്ജക്റ്റ് കണ്ടുപിടിക്കുക, സംസാരിക്കുക, ഓപ്പണപ്പ് ആവുക, ഇതൊന്നും അല്ലാതെ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഒരു ബാനറും പൊക്കി പിടിച്ച് ഇങ്ങനെ പറ്റിച്ച് തിന്നരുത്, ഇങ്ങനെ ആൾക്കാരുടെ നിന്ന് പൈസ മേടിക്കരുത്, എന്തൊക്കെ രീതിയിലാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ. അതുപോലെ തന്നെ തൻ്റെ ജീവിതം താൻ വന്നുപോയ വഴികളിലൂടെ വീണ്ടും 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 അയ്യോ പാവങ്ങളുടെ ഒരു അവസ്ഥ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ലീവ് ഇൻ പ്രസൻറ്റ്. അത്ര ഡിസർവിങ് ആയിട്ടുള്ള ആളുകളെ മാത്രം സഹായിക്കുക, അത്ര ഡിസർവിങ് ആയിട്ടുള്ള കൂട്ടുകാരെ മാത്രം ഒപ്പം കൂട്ടുക. ഇതൊക്കെ സുജിന് ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്ന പാഠമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.